ഹലോ, എല്ലാവർക്കും PSC ഓഡിയോ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2025 ജനുവരി മുതൽ 2025 ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളാണ്. അത് നമ്മൾ മിക്സായിട്ടാണ് പഠിക്കുന്നത്. നിയമനങ്ങളൊക്കെ ലാസ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാമെങ്കിലും ജനറലായിട്ടുള്ള എപ്പോൾ വേണമെങ്കിലും ചോദിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജനുവരി മുതൽ ഡിസംബർ വരെയുണ്ട് പാർട്ടായിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. പ്രായം കൂടിയത് ജ്യോതി റാത്രേ. സർക്കാർ ജീവനക്കാരുടെ ആസ്തി സ്വകാര്യ വിവരമല്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. സർക്കാർ ജീവനക്കാരുടെ ആസ്തി സ്വകാര്യ വിവരമല്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. റാഹി ഖർഗി സൈറ്റ് എവിടെയാണ്? രാഖി ഖർഗി സൈറ്റ് ഹരിയാനയിലാണ്. രാഖി ഖർഗി സൈറ്റ്. അടുത്ത് UN അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിച്ചത് 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷം 2025. മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും എന്നതാണ് തീം. മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയും 2025. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയും 2025. ആദ്യ ഗ്ലാസ് പാലം. ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് പാലം കന്യാകുമാരിയിലാണ്. വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഗ്ലാസ് പാലം. 2025 63ാമത് സ്കൂൾ കലോത്സവം നടന്നത് തിരുവനന്തപുരത്താണ്. 2025 63ാമത് സ്കൂൾ കലോത്സവം നടന്നത് തിരുവനന്തപുരത്താണ്. 2026 64ാമത് നടക്കുന്നത് തൃശ്ശൂരിലാണ്. 2026 64ാമത് സ്കൂൾ കലോത്സവം നടക്കുന്നത് തൃശ്ശൂരിലാണ്. വയനാട് ദുരന്തം നടന്നത് 2024 ജൂലൈ 30-നാണ്. 2024 ജൂലൈ 30. 200 വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ പേസർ എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയത് ജസ്പ്രീത് ബുംറയാണ്. ശാരീരിക വൈകല്യമുള്ളവരുടെ ക്രിക്കറ്റ് 2025 നടന്നത് കൊളംബോയിലാണ്. 2025 ശാരീരിക വൈകല്യമുള്ളവരുടെ ക്രിക്കറ്റ് നടന്നത് കൊളംബോയിലാണ്. ബിംസ്റ്റെക് ഗ്രൂപ്പ് മീറ്റിംഗ് ഡൽഹിയിൽ നടന്നു. 2025 ബിംസ്റ്റെക് ഗ്രൂപ്പ് മീറ്റിംഗ് ഡൽഹിയിൽ നടന്നു. 1997 ജൂൺ 6-നാണ് ബിംസ്റ്റെക് രൂപീകരിച്ചത്. 1997 ജൂൺ 6-ന്. ആസ്ഥാനം ധാക്ക. ഇന്ദിരാ പാണ്ഡ്യയായിരുന്നു അധ്യക്ഷൻ. ഓക്കെ. UAE ഗവൺമെൻറ് ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയെ പ്രഖ്യാപിച്ച് 2025 നമ്മൾ പഠിച്ചു. 2025 മലേറിയ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത് ജോർജിയയാണ്. 2025 മലേറിയ മുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ച ജോർജിയയാണ്. ഏപ്രിൽ 25 മലേറിയ ദിനമാണ്. ഏപ്രിൽ 25 മലേറിയ ദിനം. സുഫ്ന ജാസ്മിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരോദ്വഹനം. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായത് 1992 ജനുവരി 31-നാണ്. 1992 ജനുവരി 31-നാണ്. നാരിതു നാരായണി എന്നുള്ളതാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ രൂപീകരണ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള തീമെന്നറിയപ്പെടുന്നത്. കരം യോഗിനി വീരാങ്കന എന്ന പുസ്തകം രചിച്ചത് വിജയ് കിഷോർ റഹത്തറാണ്. രാഷ്ട്രമഹിള എന്നത് ഹിന്ദി വാരികയാണ് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ്റെത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഫെബ്രുവരി 1-നാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം ഫെബ്രുവരി 1-നാണ്. 1978 ഓഗസ്റ്റ് 18-ന് രൂപീകൃതമായി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് രൂപീകൃതമായി 1978 ഓഗസ്റ്റ് 18-ന്. ഐസ്പോർട്ട് പോർട്ടൽ വികസിപ്പിച്ചത് സെബിയാണ്. ഐസ്പോർട്ട് പോർട്ടൽ വികസിപ്പിച്ചത് ആരാണ്? സെബിയാണ്. ഐസ്പോർട്ട് പോർട്ടൽ വികസിപ്പിച്ചത് സെബിയാണ്. 1998-ലാണ് സെബി രൂപീകൃതമായത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ആക്സിയോം 4 ദൗത്യത്തിൻ്റെ ഭാഗമായാണ് പോകുന്നത്. ISROയും ആക്സിയോം മിഷനും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണിത്. ഫ്ലോറിഡയിൽ നിന്നും AX4 വിക്ഷേപിക്കും. ഫ്ലോറിഡയിൽ നിന്നായിരിക്കും AX4 അതായത് ആക്സിയം 4 വിക്ഷേപിക്കുക. 14 ദിവസമായിരിക്കും ബഹിരാകാശത്ത് ഇവർ ചിലവിടുക. സുനിത വില്യംസ് 62 മണിക്കൂർ 6 മിനിറ്റ് ഇവിടെ നടന്നിട്ടുണ്ട്? ബഹിരാകാശത്ത് നടന്നിട്ടുണ്ട്. 9 തവണ നടന്നിട്ടുണ്ട്. അപ്പോൾ യാത്ര 3 തവണയാണ്. രണ്ടാമത്തെ ഇന്ത്യൻ വംശജ, അതായത് ബഹിരാകാശ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യത്തെ മാരത്തൺ നടത്തിയ വ്യക്തി, ട്രയാത്തലൺ നടത്തിയ വ്യക്തി എന്നും സുനിത വില്യംസിൻ്റെ പേരിലാണ്. ബെന്നു ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഒസിറിസ് റെക്സ് എന്ന പേടകം വിക്ഷേപിച്ചത് നാസയാണ്. 2024 സെപ്റ്റംബർ 24-നാണ് ഒസിറിസ് റെക്സ് വിക്ഷേപിച്ചത്. ബെന്നു ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഒസിറിസ് റെക്സ് നാസ വിക്ഷേപിച്ചു. ലോകം ചുറ്റുന്ന നാവികസേന കപ്പലാണ് INSV തരണി എന്നറിയപ്പെടുന്നത്. ലോകം ചുറ്റി വന്ന വനിതാ നാവികസേന അംഗങ്ങൾ ചുറ്റിയ
കപ്പലാണ് INS V തരണി. മലയാളി ആർ ദിൽന, രൂപ എന്നിവർ മലയാളിയായ ദിൽന, രൂപ എന്നിവർ 2024 ഒക്ടോബർ 2 യാത്ര ആരംഭിച്ചു. മനമിത്ര മെറ്റയുമായി സഹകരിച്ച് വാട്സപ്പ് ചാറ്റ് ബോട്ട് പുറത്തിറക്കിയത് ആന്ധ്രാപ്രദേശാണ്. മനമിത്ര എന്ന ചാറ്റ് ബോട്ട് മെറ്റയുമായി സഹകരിച്ച് വാട്സപ്പ് പ്ലാറ്റ്ഫോമായിട്ട് പുറത്തിറക്കിയത് ആന്ധ്രാപ്രദേശാണ്. ചന്ദ്രനിൽ സിലിക്കൺ കാർബൈഡ് വിജയകരമായി വേർതിരിച്ചെടുത്തത് മദ്രാസ് IIT ആണ്. ചന്ദ്രനിൽ നിന്നും സിലിക്കൺ കാർബൈഡ് വിജയകരമായി വേർതിരിച്ചെടുത്തത് IIT മദ്രാസാണ്. ന്യൂസിലാൻഡ് പാർലമെൻറ്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് താരാനാക്കി മൗനഗ എന്നറിയപ്പെടുന്നത്. ന്യൂസിലാൻഡ് പാർലമെൻറ്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് താരാനാക്കി മൗനഗ എന്നറിയപ്പെടുന്നത്. അടുത്തത് ജസീന്ത ആൻഡേഴ്സിൻ്റെ ഓർമ്മക്കുറിപ്പാണ് എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്നറിയപ്പെടുന്നത്. ജസീന്ത ആൻഡേഴ്സിൻ്റെ ഓർമ്മക്കുറിപ്പാണ് എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ. 2025 CM നായിഡു അവാർഡ് CM നായിഡു അല്ല CK നായിഡു ആണ് കേട്ടോ. 2025 CK നായിഡു അവാർഡ് സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിൽ 15,921 റൺസും ഏകദിനത്തിൽ 18,420 റൺസും അദ്ദേഹം എടുത്തിട്ടുണ്ട്. അപ്പം ടെസ്റ്റ് ക്രിക്കറ്റിൽ 15,921 റൺസും ഏകദിനത്തിൽ 18,426 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഫെബ്രുവരി 28 ഇന്ത്യൻ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഫെബ്രുവരി 28 ഇന്ത്യ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. 2025 തീം എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ വികസിത് ഭാരത് എന്നുള്ളതാണ്. അതായത് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ വികസിത് ഭാരത്. സെബി ചെയർമാനായിട്ട് നിയമിതയായത് തുഹിൻ കാന്ത പാണ്ഡെയാണ്. സെബി ചെയർമാനായിട്ട് നിയമിതനായത് തുഹിൻ കാന്ത പാണ്ഡെയാണ്. മാർച്ചിലാണ് കറണ്ട് അഫയേഴ്സ്, മാർച്ചിലാണ് അദ്ദേഹം രൂപീകൃതമായത്. അതായത് ചെയർമാനായിട്ട് നിയമിതനായത്. 2025 സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിൻ്റെ വേദി ബംഗളൂരുവിലായിരുന്നു. 2025 സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിൻ്റെ വേദി ബംഗളൂരിലാണ്. ലൂണാർ ട്രയൽ ബ്ലോസർ എന്ന ചെറിയ ഉപഗ്രഹം നിർമ്മിച്ചത് നാസയാണ്. ലൂണാർ ട്രയൽ ബ്ലോസർ എന്ന ചെറിയ ഉപഗ്രഹം നിർമ്മിച്ചത് നാസയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് ഓങ്കാരേശ്വർ അണക്കെട്ട് നർമ്മദാ നദിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് ഓങ്കാരേശ്വർ അണക്കെട്ട് നർമ്മദാ നദിയിലാണ്. കേരളത്തിലെ ബാണാസുര സാഗർ ഡാം വയനാടാണ്. കേരളത്തിൽ ഇത് ബാണാസുര സാഗർ ഡാം വയനാടിലാണ്. സഫായി കർമ്മചാരി കമ്മീഷൻ എന്ന് പറയുന്നത് ശുചിത്വ തൊഴിലാളികളുടെ ക്ഷേമത്തിനുള്ള ലക്ഷ്യം വെച്ച് 1993 പാസ്സാക്കിയ നിയമമാണ് സഫായി കർമ്മചാരി കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. അതായത് ശുചിത്വ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു ക്ഷേമ കമ്മീഷനാണ് സഫായി കർമ്മചാരി കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. പ്രൊജക്റ്റ് ഹോപ്പ് എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ ബോർഡ് എക്സാം തോറ്റവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് പ്രൊജക്റ്റ് ഹോപ്പ് എന്ന് പറയുന്നത്. ഡാഡ് എന്ന് പറയുന്നത് കുട്ടികളെ അഡിക്ഷനിൽ നിന്നും, അതായത് ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്നും മുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ഡാഡ് എന്നറിയപ്പെടുന്നത്. ഇത് രണ്ടും കേരള പോലീസിൻ്റെയാണ്. ചൈൽഡ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 1098 ചൈൽഡ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 1098 പ്രൊജക്റ്റ് കൂട്ട് എന്ന് പറയുന്നത് സൈബർ ലോകത്തെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാനുള്ളതാണ് പ്രൊജക്റ്റ് കൂട്ട് എന്നറിയപ്പെടുന്നത്. കേരളം, ജമ്മു കാശ്മീർ, അസം എന്നിവ ധാതു ഭൂപടത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളാണ്. കേരളം, ജമ്മു കാശ്മീർ, അസം എന്നിവ ധാതുലേല ഭൂപടത്തിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്നവയാണ്. കേന്ദ്ര ഖനിമന്ത്രി കിഷൻ റെഡ്ഡിയാണ്. കേന്ദ്ര ഖനിമന്ത്രി ആരാണ്? കിഷൻ റെഡ്ഡിയാണ്. ബംഗളൂരുവിലെ കൊമ്പഗൌഡ വിമാനത്താവളം കാർഗോ ടെർമിനൽ ആരംഭിച്ചു. അതായത് ബംഗളൂരിലെ കൊമ്പഗൌഡ വിമാനത്താവളത്തിൽ കാർഗോ ടെർമിനൽ ആരംഭിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ കാർഗോ ടെർമിനലാണ് ബംഗളൂരു കൊമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരംഭിച്ചത്. ഉത്തം മൊഹന്തി ഒഡിയയിലെ ഒരു ചലച്ചിത്ര നിരൂപകൻ അല്ലെങ്കിൽ ചലച്ചിത്രകാരനാണ്. ഉത്തം മൊഹന്തി എന്നറിയപ്പെടുന്നത് ഒഡിയക്കാരനാണ്. ഡൊമിനിക്ക എന്ന് പറയുന്നത് ജർമ്മൻ വാച്ച് പ്രകാരം പ്രകൃതി ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ഡൊമിനിക്ക എന്നറിയപ്പെടുന്നത്. ജർമ്മൻ വാച്ച് പ്രകാരം പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഡൊമിനിക്കയ്ക്കാണ്. ഇന്ത്യ 6ാം സ്ഥാനത്താണ്. ഈ സ്ഥാനത്ത് ഇന്ത്യ 6ാം സ്ഥാനത്താണ്. ഒസലോട്ട് എന്ന് പറയുന്ന ആമസോൺ കമ്പനി വികസിപ്പിച്ച ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ഒസലോട്ട് എന്നറിയപ്പെടുന്നത്. ആമസോൺ കമ്പനി വികസിപ്പിച്ച ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പാണ് ഒസലോട്ട്. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച കമ്പ്യൂട്ടർ ക്വാണ്ടം ചിപ്പാണ് മെജോറാന എന്നറിയപ്പെടുന്നത്. മെജോറാന. യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡൻ്റായിട്ട് നിയമിതനായത് ഉർസുല വൺ റെലോട്ടാണ്. ഉർസുല വൺ റെലോട്ടാണ് എന്തെന്നറിയപ്പെടുന്നത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡൻ്റായിട്ട് നിർമ്മിതനായത്. 5000 മെഗാവാട്ട് 5000 മീറ്റർ ഷോർട്ട് ട്രാക്കിൽ ഏഷ്യൻ റെക്കോർഡ് നേടിയത് ഗുൽവീർ സിംഗ് ആണ്. 5000 മീറ്റർ ഷോർട്ട് ട്രാക്ക് ഏഷ്യൻ റെക്കോർഡ് നേടിയത് ഗുൽവീർ സിംഗ് ആണ്. 5000 മീറ്റർ ഷോർട്ട് ട്രാക്ക് ഏഷ്യൻ റെക്കോർഡ് നേടിയത് ഗുൽവീർ സിംഗ് ആണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 8000 റൺസ് കരുൺ നായർ. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 8000 റൺസ് നികയ്ക്കുന്നത് കരുൺ നായരാണ്.
തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാൻ സഞ്ചാർ സാഥി ആപ്പ് പ്രസിദ്ധീകരിച്ചു. തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാൻ സഞ്ചാർ സാഥി ആപ്പ്. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന ആരാണ്? വി നാരായണനാണ്. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വി നാരായണനാണ്. HMPV കേസ് അതിനെ റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ ബംഗളൂരുവിലാണ് HMPV കേസ്. 2025 ആബേൽ പുരസ്കാരം മസാക്കി കാശിവാരിക്കാണ്. അതായത് 2025 ആബേൽ പുരസ്കാരം മസാക്കി കാശിവാരിക്കാണ്. 2025 ആബേൽ പുരസ്കാരം മസാക്കി കാശിവാരിക്കാണ്. മ്യാൻമർ ഭൂചലനത്തിൽ ഇന്ത്യ നൽകിയ സഹായമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്നറിയപ്പെടുന്നത്. മ്യാൻമറിലുണ്ടായ ഭൂചലനത്തിൽ ഇന്ത്യ നൽകിയ സഹായമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം നിലവിൽ വരുന്നത് കൊല്ലം മുണ്ടക്കലാണ്. ലോകത്തെ രണ്ടാമത്തെ വലിയ 5G വിപണിയായ രാജ്യമാണ് ഇന്ത്യ. ഫസ്റ്റ് ചൈന. പേവിഷബാധ അതുപോലെ പാമ്പ് വിഷം എന്നിവ ലഭ്യമാക്കാൻ സൂവിൻ ആപ്പ് പ്ലാറ്റ്ഫോം പുറത്തിറക്കിയിട്ടുണ്ട്. പേവിഷബാധ, പാമ്പ് വിഷം എന്നിവയ്ക്കുള്ള വാക്സിൻ ലഭ്യമാക്കാൻ സൂവിൻ ആപ്പ് അഥവാ സൂവിൻ പ്ലാറ്റ്ഫോം ലഭ്യമാക്കി. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് നിയമിതയായ വനിതയാണ് നിധി തിവാരി എന്നറിയപ്പെടുന്നത്. 2025 നീതി ആയോഗ് ഫുൾ